ചന്ദ്രലോകവും ദൈവരാജ്യവും. ഏവർക്കും സ്വാഗതം. 1969 ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവനും പിടിച്ചു പറ്റിയ ഒരു സംഭവത്തെ ഞാനിപ്പോൾ ഓർമ്മിച്ചു പോവുകയാണ്. അന്നെനിക്ക് 18 വയസ്സ് പ്രായം. അന്ന് ടെലിവിഷനൊന്നും ആയിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. ലോകത്തെ മുഴുവനും ഒരേ ഒരു കേന്ദ്രബിന്ദുവിൽ തളച്ചു കെട്ടി ദിവസങ്ങളോളം പിടിച്ചു നിർത്തിയ ഒരു സംഭവമായിരുന്നു അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിൽ കാലുകുത്താൻ പോകുന്നു എന്നുള്ളത്. ഈ സംഭവം എന്നെ നന്നേ സ്വാധീനിച്ചു. എന്തും സംഭവിക്കാം. ആദ്യമായിട്ടുള്ള യാത്രയാണ്, അതിന് മുൻപാരും അവിടെ പോയിട്ടില്ല, ചരിത്ര പ്രധാനമാണ്. അപ്പോൾ ഇതെന്ത് സംഭവിക്കുമെന്നറിയാനുള്ള ജിജ്ഞാസ. നിങ്ങൾക്കറിയാം, ചെറുപ്പത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള നമ്മൾ ആവേശവും ജിജ്ഞാസയും കലവറയില്ലാത്തതാണ്, നിസ്സീമമാണ്, അതിരില്ലാത്തതാണ്. അപ്പോൾ ഞാൻ 3 ദിവസം, എനിക്ക് അന്ന് ആകെപ്പാടെ ഒരു ചെറിയ റേഡിയോ മാത്രമേ ഉള്ളൂ, ചെറിയൊരു ട്രാൻസിസ്റ്റർ. 3 ദിവസം ഈ ട്രാൻസിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് ഞാൻ അല്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. അത് തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അവസാനം 3-ാം ദിവസം അതിരാവിലെ ആയപ്പോൾ ദ ഈഗിൾ ഹാസ് ലാൻഡഡ് എന്ന നീൽ ആംസ്ട്രോങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ്. ദ ഈഗിൾ ഹാസ് ലാൻഡഡ് എന്നിട്ട് പറയുന്നു, a small step for us, but a giant leap for humanity. A small step for us, but a giant leap for humanity. നമുക്കതൊരു ചെറിയ ഒരു കാൽവയ്പ്പാണ്, പക്ഷേ മനുഷ്യരാശിക്കോ ഇതൊരു വലിയ കുതിച്ചുചാട്ടമാണ്. ഇതൊക്കെ വളരെ വളരെ സ്പഷ്ടമായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. ഞാൻ എന്തിനാണ് അതിപ്പോൾ ഓർമ്മിക്കുന്നത്? ഈ സംഭവം ഓർമ്മിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മറ്റ് ഇതിനോടനുബന്ധമായിട്ടുള്ള ചിന്തകൾ എന്താണ് ഉടലെടുക്കുന്നത്? അതാണ് നമ്മുടെ വിഷയം. അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ദൈവരാജ്യം എന്ന് പറയുന്ന ആശയം സാധാരണ ആളുകൾ, അതായത് ഭൗതികമായ ലോകത്തിൽ കഴിയുന്ന ആളുകൾ, മുനിവര്യന്മാരല്ല, ആത്മീയ ചിന്തകന്മാരല്ല, തിയോളജിയൻസ് അല്ല, വിശുദ്ധന്മാരുടെ പട്ടികകളല്ല, സാധാരണ ആളുകൾ, അവരെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് എന്ന് അന്വേഷിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ സംഭവം എപ്പോഴും കടന്നു വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് അതിൻ്റെ മർമ്മം, എന്താണ്? അതാണ് പറയാൻ പോകുന്നത്. മനുഷ്യൻ ചന്ദ്രനിൽ ചെന്നെത്തിയപ്പോൾ അവന് അവിടെ വേണ്ടതുപോലെ ചലിക്കുവാൻ, നടക്കുവാൻ, ഇരിക്കുവാൻ, ഓടുവാൻ, പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. കാരണം എന്താണ്? ചന്ദ്രന് ആകർഷണ ശക്തി കുറവാണ്. ഭൂമിയുടെ ആകർഷണ ശക്തിയുടെ 2/5 മാത്രമേ ചന്ദ്രനുള്ളൂ. അതുകൊണ്ട് അവിടെ മനുഷ്യൻ നടന്നാൽ അവനിങ്ങനെ ഒഴുകി 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 എങ്ങും ഉറച്ചു നിൽക്കാൻ വയ്യാതെ, കാലുകുത്തി നിൽക്കാൻ വയ്യാതെ, വെയ്റ്റ്ലെസ്നെസ്, ഭാരശൂന്യതയിൽ ഇങ്ങനെ ഒഴുകി നടക്കും. ഒന്നും ചെയ്യാൻ വയ്യ. അപ്പോൾ ഈ ഭൂമിയുടെ പരപ്പിൽ നമുക്ക് കാല് ഉറപ്പിച്ച് നിൽക്കുവാനും, ഓടുവാനും, ചാടുവാനും, ഹൈ ജമ്പ് നടത്തുവാനും, മറ്റു അധ്വാനിപ്പാനും, സംഘടനകൾ ഉണ്ടാക്കുവാനും, സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കുവാനും, അക്രമം ചെയ്യുവാനും, നന്മ ചെയ്യുവാനും, ഇതിനൊക്കെ നമ്മെ സഹായിക്കുന്നത്, ഇതിന് വഴിയൊരുക്കുന്നത് നമുക്ക് അതീതമായി പ്രവർത്തിക്കുന്ന, അതിൻ്റെ സൃഷ്ടിയിൽ നമുക്ക് യാതൊരു കയ്യുമില്ലാതിരിക്കുന്ന ഭൂമിയുടെ ആകർഷണ ശക്തിയാണ്. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി എർത്ത്.
അതില്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയുടെ പരപ്പിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ നാം ഓടുമ്പോഴോ ചാടുമ്പോഴോ അധ്വാനിക്കുമ്പോഴോ വിശ്രമിക്കുമ്പോഴോ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നതിനെപ്പറ്റി നമുക്ക് യാതൊരു ബോധ്യവുമില്ല. ഭൂമിക്ക് ഇങ്ങനെ ആകർഷണ ശക്തി ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ അധിക നാളായില്ല. അതിന് മുൻപ് ആളുകൾ ഭൂമിയുടെ പരപ്പിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു, അധ്വാനിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു തത്വം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് തങ്ങൾക്ക് ഇപ്രകാരമൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്നതിനെപ്പറ്റിയും അവർക്ക് ബോധമില്ലായിരുന്നു. നമ്മുടെ ഈ ലോകത്തിലെ അസ്തിത്വത്തിൻ്റെ ഒരു വിരോധാഭാസം നമ്മെ താഴോട്ട് പിടിച്ച് വലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മേപ്പോട്ട് ചാടാൻ ഒക്കുന്നത്. നമ്മെ താഴോട്ട് പിടിച്ച് വലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നിവർന്ന് നിൽക്കാൻ ഒക്കുന്നത്. സാധാരണ യുക്തി വെച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരിക്കലും ആകരുത്. നമുക്ക് നിവർന്ന് നിൽക്കാൻ ഏറ്റവും നമ്മെ സഹായിക്കേണ്ടത് നമ്മെ താഴോട്ട് പിടിച്ച് വലിക്കുന്ന ഒരു ശക്തിയും ഇല്ലാതിരിക്കുമ്പോഴാണ് അനായാസം നിവർന്ന് നിൽക്കാൻ ഒക്കുന്നത് എന്നാണ് നാം നമ്മുടെ യുക്തി അനുസരിച്ച് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് മേൽപോട്ട് ചാടാനായിട്ട് നമ്മെ സഹായിക്കേണ്ടത് ഈ ശക്തി നമ്മെ താഴോട്ട് വലിക്കാനില്ല എങ്കിൽ എന്നാണ് നാം ചിന്തിക്കുന്നത്. യുക്തി അനുസരിച്ച് ചിന്തിച്ചാൽ അങ്ങനെയാണ്. പക്ഷേ അനുഭവം നേരെ മറിച്ചാണ്. നമ്മെ താഴോട്ട് പിടിച്ച് വലിക്കുന്ന ഒരു ശക്തി ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് മേൽപോട്ട് എഴുന്നേറ്റ് നിൽക്കുവാനോ ദൃഢമായി ഒന്ന് നട്ടെല്ലാം നിവർത്തിയോ നിൽക്കുവാനോ മേപ്പോട്ട് ചാടുവാനോ മുൻപോട്ട് ഓടുവാനോ അധ്വാനിപ്പാനോ ഒന്നും നമുക്ക് കഴിയുകയില്ല. നമ്മുടെ അവസ്ഥ തികച്ചും ശൂന്യതയുടെ അവസ്ഥയായിത്തീരും. അപ്പോൾ നമ്മുടെ എല്ലാ അധ്വാനത്തെയും മുന്നേറ്റങ്ങളെയും സഹായിക്കുന്നത് നമുക്ക് അദൃശ്യമായതും അതിൻ്റെ സൃഷ്ടിയിൽ നമുക്കൊരു പങ്കുമില്ലാത്തതുമായ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് എന്നത് ഇപ്പോൾ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അറിയാം. ഈ ഒരു തത്വം മനസ്സിൽ വെച്ചുകൊണ്ട് നാം ദൈവരാജ്യത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിൽ കൂടെ പ്രയോജനമുള്ള ചില തിരിച്ചറിവുകൾ നമുക്ക് പ്രാപിപ്പാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. അതെങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം. ഈ ലോകത്തിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണ ശക്തി, ഭൂമിയുടെ കാന്ത ആകർഷണ ശക്തി, ഗ്രാവിറ്റേഷണൽ പുൾ എപ്രകാരം മനുഷ്യൻ്റെ അധ്വാന ജീവിതത്തെ, പ്രവൃത്തികളെ സഹായിക്കുന്നുവോ, അതിനുള്ള സാധ്യത സൃഷ്ടിക്കുന്നുവോ, അതുപോലെ തന്നെ ദൈവരാജ്യത്തിൽ മനുഷ്യൻ നിൽക്കുകയും നടക്കുകയും ദൗത്യം നിർവഹിക്കുകയും ലക്ഷ്യം പ്രാപിക്കത്തക്കവണ്ണം അധ്വാനിക്കുകയും ചെയ്യാൻ അവനെ സഹായിക്കുന്നത് ഭൂമിയുടെ ആകർഷണ ശക്തിയല്ല, ദൈവഹിതം എന്ന് പറയുന്ന ഒരു ഘടകമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഭൂമിയുടെ ആകർഷണ ശക്തി എപ്രകാരം അഗോചരമാണെങ്കിലും അത് നമ്മെ വളരെയധികം സഹായിക്കുന്നു എന്നതുപോലെ തന്നെ ആത്മീയമായ ഒരു ദർശനമായ ദൈവരാജ്യത്തിൽ ഈ ആകർഷണ ശക്തിക്ക് പകരം ദൈവഹിതമാണ് പ്രവർത്തിക്കുന്നത്. അത് നോക്കിയാൽ കാണാൻ കഴിയുകയില്ല, മണത്താൽ തിരിച്ചറിയാൻ കഴിയുകയില്ല, അതുണ്ടോ ഇല്ലയോ എന്ന് ഭൗതികമായി തെളിയിക്കാൻ കഴിയുകയില്ല, ഇല്ല എന്നും തെളിയിക്കാൻ കഴിയുകയില്ല. എന്നാൽ ആത്മീയമായ അനുഭവത്തിലേക്ക് വരുമ്പോൾ, ആത്മീയമായി നടക്കുവാനും ഇരിക്കുവാനും ചാടുവാനും മുൻപോട്ട് പോകുവാനും ചില കർത്തവ്യങ്ങളൊക്കെ ചെയ്യുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഒരു തെളിവ്, മറ്റ് ചില തെളിവുകൾ ഞാൻ മുൻപുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവമുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഒരുപക്ഷെ യേശുവിൻ്റെ കണ്ണിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുപോലെ അവൻ്റെ പ്രവൃത്തികളെ ആളുകൾ വിമർശിക്കുന്നു. ഇവൻ ബേൽസബൂളിനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആത്മീയ പ്രത്യേകതകളെ, അതിൻ്റെ അർത്ഥങ്ങളെ നിരാകരിക്കുമ്പോൾ യേശു പറയുന്നു, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ആണെങ്കിൽ, നിങ്ങൾ പറയുന്നത് പോലെ ബേൽസബൂളിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പിശാചുക്കളുടെ സഹായത്തോടു കൂടെയല്ല,
പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെയാണെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു നിശ്ചയം. അപ്പോൾ അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ മനുഷ്യരെ സഹായിക്കുക. അതിൻ്റെ ആവശ്യം എന്താണ്? മനുഷ്യർ ഈ ലോകത്തിൽ ജനിക്കുകയും വളരുകയും അത് സംബന്ധമായി പരിശീലിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിലാകപ്പാടെ ഉൾക്കൊള്ളുന്നത് ഭൗതികമായ അവസ്ഥകളും തത്വങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ്. ഞാൻ വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ അതിലടങ്ങിയിരിക്കുന്നത് 100% ഭൗതികമായ തത്വങ്ങൾ മാത്രമാണ്. ആത്മീയമായ തത്വങ്ങളും മർമ്മങ്ങളും നിയമങ്ങളും പഠിപ്പിക്കുന്ന ഒരു സംവിധാനം നമുക്കില്ല. അത് സഭയുടെ ചുമതലയാണ്. പക്ഷേ സൺഡേ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ കൂടുതലായി അത് പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ ദൈവരാജ്യം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഗ്രാവിറ്റേഷണൽ പുൾ യാഥാർത്ഥ്യമാകുന്നത് പോലെ തന്നെ ആ ഗ്രാവിറ്റേഷണൽ പുൾ ഉള്ളത് കൊണ്ട് അനേക കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് പോലെ തന്നെ ദൈവരാജ്യമെന്ന് പറയുന്ന ഈ ഒരു ജീവിത അവസ്ഥയിൽ, ഈ ആത്മീയമായ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായ ഘടകമാണ് ദൈവഹിതം എന്നുള്ളത്. അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നിൻ്റെ ഇഷ്ടമാകുന്നു ഞങ്ങളുടെ ദൈവരാജ്യ സംബന്ധമായ ജീവിതത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും ഗ്രാവിറ്റേഷണൽ പുൾ എന്നാണ് യേശു പഠിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭൗതികമായ, ഞാൻ മുൻപ് ചെയ്തൊരു വീഡിയോയിൽ ഭൗതികമായ തത്വങ്ങൾ, ഭൗതികമായ മർമ്മങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പ്രത്യക്ഷമാണ്. അതുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു, അതിനനുസരിച്ച് നാം പ്രവർത്തിക്കുന്നു. അതിന് സമാന്തരമായി, പാരലലായി മറ്റൊരു ലോകമുണ്ട്, അഭൗമമായ ഒരാത്മീയ ലോകമുണ്ട്. അതിൻ്റെ മർമ്മങ്ങളും ഭൗതിക ലോകത്തെ നിയന്ത്രിക്കുന്ന മർമ്മങ്ങളും തമ്മിൽ ഒരു താരതമ്യം, ഒരു പാരലലുണ്ട്, ഒരു സമാനതയുണ്ട് എന്നതാണ് യേശു വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നത്. തൻ്റെ പഠിപ്പീരുകൾ, പ്രത്യേകിച്ച് ഉപമകൾ അങ്ങനെയാണ് സാധ്യമായി തീരുന്നത്. അങ്ങനെ ഒരു സമാനതയില്ലായിരുന്നുവെങ്കിൽ യേശുവിൻ്റെ ഉപമകളിൽ ഭൂരിപക്ഷവും അസ്ഥാനത്താകുമായിരുന്നു. അങ്ങനെ ഉപമകൾ സൃഷ്ടിക്കാൻ സാധ്യവുമാകുകയില്ലായിരുന്നു. അപ്പോൾ ദൈവരാജ്യം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ നിയന്ത്രിക്കുന്ന ഘടകം ഗ്രാവിറ്റേഷണൽ പുള്ളല്ല, അത് ദൈവഹിതമാണ്. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യം എന്ന് പറയുന്ന ഈ ആത്മീയമായ അവസ്ഥയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനും അർത്ഥവത്തായി ദൗത്യജീവിത നിർവഹണം നടത്തുവാനും സാധ്യമാകുകയുള്ളൂ എന്നതാണ് യേശു വെളിപ്പെടുത്തിയ വലിയൊരു ആത്മീയമായ സത്യം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വളരെ ഹ്രസ്വമായ ചെറിയ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധ ചെലുത്തിയാൽ ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾ നിങ്ങൾക്ക് അനായാസം പ്രാപിക്കാവുന്നതാണ്. പക്ഷേ യേശു പറഞ്ഞതുപോലെ നാം ഒരു കാര്യം നിശ്ചയമായും രൂപീകരിച്ച് എടുക്കണം, അല്ലെങ്കിൽ നേടിയെടുക്കണം. അത് അന്വേഷിപ്പാനുള്ള സന്നദ്ധതയും ആവേശവും. അതിൽ തന്നെ ഒരു അച്ചടക്കമാണ്. അന്വേഷണത്തിൻ്റെ വ്യക്തിത്വവും അന്വേഷണമില്ലാത്ത ആത്മീയമായ ഈ ആലസ്യത്തിൻ്റെ മടിപൂണ്ട അവസ്ഥയിൽ ഉറക്കം തൂങ്ങിക്കഴിയുന്ന അവസ്ഥയും തമ്മിൽ യാതൊരു താരതമ്യവും സാധ്യമല്ല. വൺ ഈസ് സോ ഡിഫറെൻറ്റ് ഫ്രം ദി അതർ. നാം വാസ്തവത്തിൽ നമ്മുടെ ആത്മീയ ജീവിതം ഈ ചന്ദ്രൻ്റെ പരപ്പിൽ ആളുകൾ തത്തി ഇങ്ങനെ അപ്പൂപ്പൻ താടി പോലെ ഒഴുകി നടക്കുന്ന അവസ്ഥയാണ്. എങ്ങും ചെന്നെത്തുന്നില്ല, എങ്ങും ഉറയ്ക്കുന്നില്ല, ഒന്നിലും വിശ്വാസമില്ല. ഇങ്ങനെ ഒഴുകിപ്പോകുക. ചത്ത മീൻ വെള്ളം താഴോട്ട് ഒഴുകിയാൽ അതിൻ്റെ കൂടെ പോകുന്നു. അതുപോലെ ഒരു പോക്കാണ്. ആത്മീയമായ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമില്ല, വിശ്വാസമുണ്ട് എന്ന് ധരിക്കുകയാണ്. നമ്മളെല്ലാവരും വിശ്വാസികളാണ്, അതുകൊണ്ട് നമുക്കും വിശ്വാസമുണ്ട്. വിശ്വാസം എന്നാൽ എന്താണ്, അത് എപ്രകാരം പ്രയോഗിക്കപ്പെടുന്നു, അത് സംബന്ധമായിട്ടുള്ള അനുഭവങ്ങൾ എന്താണ്, അത് ഏത് വിധത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, നമ്മുടെ വ്യക്തിത്വത്തെ ഏത് തോതിൽ അത് രൂപാന്തരപ്പെടുത്തുന്നു, ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല.
നമ്മൾ ചന്ദ്രൻ്റെ പരപ്പിലാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചന്ദ്രൻ്റെ പരപ്പിലാണ്. ഇങ്ങനെ തത്തിക്കളിച്ച് ഉരുണ്ട് കറങ്ങി തലകുത്തി ഒഴുകി മെഴുകി ഇങ്ങനെ പോകുന്ന ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തെ 100% അർത്ഥശൂന്യമാക്കുകയും രസാർത്ഥികളെ നശിപ്പിക്കുന്നതുമാണ് എന്ന ദുഃഖപൂർണമായ ഈ ഒരവസ്ഥയെ തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്നൊരു വ്യത്യാസം വരത്തക്കവണ്ണം നാം ഭൗതികമായ യാഥാർത്ഥ്യങ്ങളെ എപ്രകാരം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുവാൻ നമ്മെ തന്നെ പരിശീലിപ്പിക്കുന്നുവോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു പടി കൂടുതലായി ആത്മീയമായ സാധ്യതകളെയും യാഥാർത്ഥ്യങ്ങളെയും കൈകാര്യം ചെയ്യുവാനുള്ള കാര്യക്ഷമത പ്രാപിക്കത്തക്കവണ്ണം ആത്മാവിലും സത്യത്തിലും വളരുവാൻ നാം കൂട്ടാക്കണം. അതിലേക്ക് താല്പര്യമുള്ളവരാണ് ഈ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്നത് എന്ന് ഞാൻ വളരെയധികം വിലമതിക്കുന്ന ഒരു സാധ്യതയാണ്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ.